Hi guys, I am back. അധിക ദിവസങ്ങളൊന്നും ആയിട്ടില്ല, വളരെ പെട്ടെന്ന് വന്നിട്ടുണ്ട്. ഹലോ ഗൈസ്, ഈ ജിബിലി കുബിലി മബിലി ഗബിലി ഗിബിലി എന്ത് വേണമെങ്കിലും പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെയുള്ള മണ്ടന്മാർക്ക് ഇത് എന്തെന്നാന്ന് ശരിക്കും അറിയത്തില്ല. എന്തെന്നാന്ന് പോലെ അറിയാണ്ടാണ് ഓരോരുത്തരും ഈ സാധനം എനിക്ക് ജിബിലി സ്റ്റൈൽ ഫോട്ടോ എഡിറ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു വരുന്നത്. ഇത് കേട്ട് ഇപ്പൊ എനിക്കും കൺഫ്യൂസ്ഡ് ആയി. ഇത് ജിബിലി ആണോ ഗിബിലി ആണോ? അതെല്ലാം പോട്ടെ, നമ്മളെ വിഷയം അതല്ല. ഇപ്പത്തെ ഇൻസ്റ്റാഗ്രാമിലെ ഒരു ട്രെൻഡാണ് ഈ ഗിബിലി ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് മറ്റേ ChatGPT കൊണ്ടുപോയിട്ട് നിങ്ങളെ സുനാപ്പി ഇട്ട് കൊടുത്താൽ ChatGPT ഗിബിലി സ്റ്റൈലില് സുനാപ്പി ആക്കി ഇങ്ങോട്ട് തിരിച്ചു തരും. ഓരോ സമയത്ത് ഈ ഗ്രാമിൽ പുതിയ ട്രെൻഡ് വരും. ഗ്രാമത്തിൽ സാധാരണ മറ്റേ നെൽകൃഷി, തക്കാളി കൃഷി എല്ലാം ഓരോ സീസണിൽ ഇങ്ങനെ മുളക്കുന്ന പോലെ തന്നെ ഈ ട്രെൻഡ് ഈ ഗ്രാമത്തിൽ ഇങ്ങനെ മുളക്കും. എന്റെ ഇതൊന്നല്ല, എന്റെ അടുത്ത് 2-3 ആൾക്കാർ വന്ന് ബ്രോ എനിക്ക് ഗിബിലി സ്റ്റൈൽ ഫോട്ടോ ഒന്ന് ആക്കി തരും, എനിക്ക് ChatGPT ഒന്ന് യൂസ് ചെയ്യാൻ അറിയത്തില്ല. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, എന്താണ് ഈ ജിബിലി? നിങ്ങൾ ഈ ജിബിലി ഗിബിലി പറയുന്നുണ്ടല്ലോ, എന്താണ് ഈ സാധനം ഞാൻ ചോദിച്ചു. അപ്പൊ ഒരുത്തന്റെ അടുത്ത് പറഞ്ഞ് അതൊരു ആർട്ടാണ്, അതൊരു ആർട്ടിസ്റ്റ് അതൊരു ആർട്ടിസ്റ്റിന്റെ ആർട്ടാണ്. ആർട്ടിസ്റ്റിന്റെ ഇത് മൊത്തം ചെയ്ത് ഫോട്ടോ എഡിറ്റ് മറ്റേ ഗിബിലി സ്റ്റൈൽ ആക്കി എന്നിട്ട് കൊണ്ട് അപ്ലോഡ് ചെയ്ത് അതിൽ റീച്ച് കിട്ടിയിട്ട് പോലും ഇത് എന്താന്ന് പോലും അന്വേഷിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് എന്തെന്നാന്ന് ഇപ്പോഴും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ശരിക്കും ഇത് എന്തെന്നാന്ന് അറിയില്ലെങ്കിൽ എന്റെ എഡിറ്റർ നിങ്ങൾക്ക് വേണ്ടി ഇത് എന്തെങ്കിലും രീതിയിൽ ഒന്ന് കാണിച്ചു കൊടുക്കണം, ഇത് എന്താ സംഭവം എന്നൊന്ന് അറിയാൻ വേണ്ടിട്ട്. ഒരു ആനിമയാണ്, ഒരു ആനിമേഷൻ ആണ് ഇത് സത്യം പറഞ്ഞാൽ. അതിലുള്ള ഒരു ആനിമേഷൻ രീതിയാണ് ഈ ഫോട്ടോ അങ്ങനെയായിട്ട് കൊണ്ടുവരുന്നത്. ഞാൻ ഇത്രക്കാര്യം ഈ സാധനത്തിനെ പറ്റി എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാർട്ടൂൺ ആണ്, കോപ്പാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന പല തെണ്ടികളും ഈ സാധനം ഫോട്ടോ എഡിറ്റ് ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവന്മാരെ ഞാൻ പറയുന്നത് ചട്ടവും ചൂടാക്കി ചന്തിക്ക് വെക്കണം. ഒരു ഭാഗത്ത് കളിയാക്കും, എന്നിട്ട് ഒരു ഉളുപ്പില്ലാണ്ട് ഈ ഇങ്ങനത്തെ ട്രെൻഡ് വരുമ്പോ ആനിമ എടുത്ത് കൊണ്ടുപോയിട്ട് വലിയ ആനക്കാര്യം പോലെ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് ജിബിലി സാധനത്തിനാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു ദി ഷോ. ഡോണ്ട് ട്രസ്റ്റ് ChatGPT, ഓക്കെ? ChatGPTക്ക് പോലും കൺഫ്യൂസ്ഡ് ആയി ഗൈസ്. ഇത് ഞാനൊന്നും പറയുന്നില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പോണേ ഇനി വല്ല ബോഡി സെയിം മറ്റേ തേങ്ങയാണ് ചക്കയാണെന്ന് പറയാം. അപ്പൊ ഈ ശരിക്കുള്ള ഫോട്ടോ പോലും ചെറിയ കൺഫ്യൂസ്ഡ് ഉണ്ട്. എന്നാലും ChatGPT ഇങ്ങനെ ചതിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല. പാവട കരടിയാക്കി കളയാണോ? കരടിനെ പിടിച്ചിരുന്ന ഒന്നുകൂടി നോക്കട്ടെ, നല്ല രസമുണ്ട്. ഇത് സംഭവം മനസ്സിലായില്ലേ? നല്ലൊരു ഫോട്ടോ കൊണ്ടുപോയി ChatGPT ഇട്ട് കൊടുക്കും. ChatGPT അത് കൊളാക്കി കൈമത്തരും. ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ. ഗിബിലി ട്രെൻഡ് ഗോണ വ്രോങ്, ഓക്കെ? ഇവനേതാ? ChatGPT 3ാമത് ഏതോ ഒരുത്തരും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട്. 2 ആണും 1 പെണ്ണും, ഓക്കെ? Okay, got a new travel partner from here. ഈ ആനിമേഷന്റെ ഒരു ഇത് കണ്ട, ഇത് ഗിബിലി അല്ല, മറ്റേതൊക്കെ ഓക്കെ. ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാക്കിയ ആനിമയിലുള്ള ആ ഒരു സ്റ്റൈൽ ഉണ്ട്, ആ സ്റ്റൈലല്ല ഇത്. എല്ലാ ആനിമേഷനും ഗിബിലിയാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് ഇടുന്ന കുറെ എണ്ണം ഉണ്ട്. എന്തേലും ആവട്ടെ, എന്തെങ്കിലും കിട്ടിയാൽ മതിയല്ലേ ഇവർക്ക്. ഇവിടെ എന്തായാലും 3ാമത് ഏതോ ഒരുത്തം വന്നിട്ടുണ്ട്. എവറിത്തിങ് വാസ് ഓക്കെ അണ്ടിൽ ദിസ് ഹാപ്പൻഡ്. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? എല്ലാത്തിലും 3 ആൾക്കാർ ലാസ്റ്റ് വരുന്നുണ്ടല്ലോ. വൈ പറയുന്ന പോലെ ഓന്റെ ഫോണ് എല്ലാ കാര്യങ്ങളും ChatGPTക്ക് എന്തായാലും അറിയാൻ പറ്റും. അതുകൊണ്ടായിരിക്കും 3ാമത് ഒരുത്തിനും കൂടി കൊടുക്കുന്നത്. അവിടെ 3ാമത് ഒരുത്തിന്റെ ഒരു ആവശ്യം ഉണ്ടാവായിരിക്കും. ഗിബിലി ട്രെൻഡ് ഗുണ കുറവും ഒക്കെ അടുത്ത് മുടി നീർത്തി വളർത്തിയതുകൊണ്ട് ഗൈസ് ഇവനെ പെണ്ണാക്കി കൊടുത്ത് ChatGPT. ഇതൊക്കെ കൊണ്ടുപോയിട്ട് സ്റ്റാറ്റസ് വെക്കുമ്പോ ഓരോരുത്തന്മാരെ ചോദിക്കും,
എനിക്ക് പെണ്ണെല്ലാം കിട്ടി, എന്റെ മംഗലെല്ലാം കഴിഞ്ഞു. എനിക്ക് അണ്ടി ഫൈനലി ഓക്കെ. ഏതോ ഒരുത്തനാണ് എനിക്കൊരു പെണ്ണ് സെറ്റായി കണ്ട്. ഓ ഇതിന്റെ ഇടയ്ക്ക് ഇമ്മാതിരി ഉടായ്പ കളിക്കുന്ന കുറെ ആൾക്കാർ വേറെ. എന്ത് ചെയ്യാനാ, ഓരോരുത്തന്മാരെ മറ്റേ ഓന്റെ കെട്ടോളം പിടിച്ചിട്ട് ഇങ്ങനെ ഇടുമ്പോ ഇല്ലാത്തവനിക്ക് ചെറിയ കുശുമ്പലുണ്ടാവും. അപ്പൊ ഇമ്മാതിരി പരിപാടിയെല്ലാം ചെയ്യൂ, ഇനൊന്നും തെറ്റൊന്നുമില്ല. പക്ഷെ എന്ത് പറഞ്ഞാലും ലെജൻസ് ഒരിക്കലും ഈ ഒരു സാധനം ട്രൈ ചെയ്തിട്ടില്ല. ഇത് ട്രൈ ചെയ്യാത്ത ഇഷ്ടം പോലെ ആൾക്കാർ എന്റെ വീഡിയോ കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം. യു ആർ ദി ലെജൻസ്. നമ്മൾ എനിമ കാണത്തേ ഉള്ളൂ, അല്ലാണ്ട് ഇമ്മാതിരി കൊൽച്ച കളി കളിക്കലില്ല. അതിലെ ക്യാരക്ടറിന്റെ മുഖം വെട്ടി മാറ്റിയിട്ടും അവന്റെ ആനിമേഷൻ എടുത്തിട്ട് അമ്മാതിരി അൽച്ചക്കളി കളിക്കലില്ല. അൽച്ചക്കളി ഒരു ഗിബിലി സ്റ്റൈൽ വെന്റ് റോങ് വേർഷൻ. സ്റ്റിൽ ഒരു കപ്പിൾ ഒരു കൊച്ചിനെ കൂടെ കൊടുത്തു. അത് കുറച്ചുകൂടി നല്ല ഇതുണ്ട്. പക്ഷെ അതൊരു ഇത് ഗിബിലി ആണോ? എന്തൊക്കെ ആനിമേഷൻ അങ്ങ് ഏതൊക്കെയൊക്കെയോ ആപ്ലിക്കേഷൻ ഇട്ടിട്ട് എന്തെങ്കിലും ആനിമേഷൻ ആക്കി അങ്ങ് ഗിബിലി എന്ന് പറയില്ല. അതെല്ലാം തോന്നുന്നു എവിടേക്കോ എന്തോ. ഞാൻ പറഞ്ഞില്ലേ, ഞാനത് കണ്ടിട്ടില്ല. എന്റെ ആനിമേഷൻ കാറ്റഗറി ടൈപ്പ് ഓഫ് വേറെയാണ്. ഇതിലും ഗുണം റോങ് ആണേ. ഒക്കെ ഒരു കപ്പിൾ കുരിശിത്തറച്ച് അടക്കട വെച്ചിരിക്കും. ഓക്കെ, ഇവിടെ പനമരത്തിന്റെ അടുത്ത് ഇരുന്നിട്ട് ഒരു പെണ്ണ്, ലൈക്ക് പനമരത്തിന്റെ തല പെണ്ണിണ്ട്. ChatGPT നല്ലോണം ഊമ്പിക്കുന്നുണ്ട് കുറെ ആൾക്കാരാ. ഒക്കെ വെള്ളത്തിൽ നിൽക്കുന്ന ഒരു പെണ്ണ്. ഇതെന്താ വണ്ടോ? ഓക്കെ, ഒരു ബുദ്ധന്റെ അടുത്ത് ഇരിക്കുന്ന ഒരു പെണ്ണ്. ബുദ്ധന്റെ തലയോ പെണ്ണിന്റെ തലയോ എല്ലാം ഒന്നാക്കി കൊടുത്തു. ഒരു സൈഡിൽ ChatGPT നല്ല പോലെ ഊമ്പിക്കുന്നുണ്ട് കുറെ ആൾക്കാരെ. കുറെ ഗിബിലി സ്റ്റൈലിന്റെ പൂതി അങ്ങ് മാറിയിട്ടുണ്ടാവും. ഈ ഗിബിലി എന്ന് പറഞ്ഞ ആനിമ അല്ലേ, ആനിമ എന്ന് പറഞ്ഞ കാറ്റഗറിയെ കാണാത്ത ആൾക്കാർ മാത്രമേ ഇമാതിരി സംഭവങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടാവും എന്റെ ഒരു അഭിപ്രായത്തിൽ. ആനിമ ലവേഴ്സ്, ആനിമ കാണുന്ന ഒരാളും ഇതുപോലത്തെ ട്രെൻഡ് ചെയ്യുന്നുണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. ആരും ചെയ്യൂല. ഇത് കാണാത്ത ആൾക്കാർ, പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഇവർക്ക് ഇതൊക്കെ കാണുമ്പോ അത് നോക്കി ആനിമേഷൻ നോക്കി. നമ്മളീ ഡിമൻ സ്ലെയർ, അറ്റാക്ക് ആൻഡ് ടൈറ്റൻ, ബോളോ ലെവലിംഗ് എല്ലാ ആനിമേഷനും കണ്ടിട്ട് ഏത് ആനിമേഷനാണ് നല്ലതെന്ന് മനസ്സിലാത്ത രീതിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനത്തെ നമ്മള് ഈ ഗിബിലി എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ എടുത്ത് ഫോട്ടോ ഒന്നും ആക്കാൻ ആ പരിപാടിക്കൊന്നും നിൽക്കാൻ പോകുന്നില്ല. ഇനി നമുക്ക് ഈ ഗിബിലി ഒന്നും ഇല്ലാത്ത കുറച്ച് വീഡിയോസ് വേറെ നോക്കാം. ഇതൊക്കെ ഒരു കുഞ്ഞ് കടന്നുറങ്ങുന്ന കുഞ്ഞ് AI-ലിട്ടിട്ട് എണീപ്പിച്ച് ഡാൻസ് കളിപ്പിച്ച്. എന്ത് ക്രൂരന്മാരാണ് ആൾക്കാർ. ഞാൻ പറയില്ലേ, ഈ AI-നെ വെച്ചിട്ട് ഇവന്മാരിപ്പോ ചെയ്യാത്തതും ഊറ്റാത്തതുമായിട്ടുള്ള പരിപാടികളില്ലേ എല്ലാം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് എണീച്ച് ഡാൻസ് കളിക്കുന്നുള്ളൂ. അത് എമ്മാതിരി കളി, കൈയും കാലും എല്ലാം ഇട്ട് ആക്കിക്കൊണ്ടിരിക്കുന്നു. ഓ എടാ മോനെ, ഏതാ സാധനം? ഇവൻ മരം മുറിച്ച മരം അങ്ങനെ എടുത്തിട്ട് അതിൽ എഞ്ചിനും കയറ്റി ടയറും ഇട്ട് കൊടുത്ത് അങ്ങനെ വണ്ടിയാക്കി. ബാക്കിൽ എത്ര ടയറാണ് ഇതിന്റെ? 1 2 3 4 5 6 7 8 9 10 19 20 ടയർ ബാക്കിൽ. ഇതിന്റെ എഞ്ചിനെ ഈടെ കൊണ്ടേ വെച്ച് ഇത്രയും വലിയ മരത്തിന്റെ വണ്ടി കാടളകി വരുന്ന പോലെ ഉണ്ടാവും. എന്തായാലും കൈവേറെ തന്നെ ഒരു കൈവേറെയാണ് ഇതല്ലോ. MVD വന്നാ കണ്ടാ പാഞ്ഞു പിടി. എഞ്ചിൻ നമ്പർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഷഡ്ഡി പൊക്കി കാണിച്ചു കൊടുക്കുന്നുണ്ട്. എവിടെയുള്ള ഇതിന്റെ എഞ്ചിൻ നമ്പർ? ഇതാണ് നമ്മളെ അവസാനത്തെ വീഡിയോ. ഒരു പ്രാങ്ക് ആണ് ഗൈസ്. ഞാൻ ഇപ്പൊ അടുത്താണ് ഈ പുള്ളിക്കാരനെ പ്രാങ്ക് വീഡിയോ ഞാൻ കാണാൻ തുടങ്ങി. ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ലായിരുന്നു. സോ ഞാൻ ചുമ്മാ എടുത്തതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട്.
cockroach. Enna pachi. Enna cake. പച്ചക്ക് അപമാനിച്ചാളോളോ. ആൾക്കാർക്ക് ഒരു തേങ്ങ മനസ്സിലാവില്ല, അങ്ങനെ പച്ചക്ക് അപമാനിച്ചാൾ. സോറി, പ്രാങ്ക് ചെയ്താള്, അപമാനിച്ച് പ്രാങ്ക് ചെയ്താള്. അറിയാത്ത ഈ ട്രെൻഡ്, ആ പാട്ട് ഒന്നും അറിയാത്തവനെ സംബന്ധിച്ച് ഓനെ ആ പാന്റിലുള്ള പാറ്റിനെ തട്ടിക്കൊണ്ടേ ഇരിക്കുവാണ്. അപ്പൊ ഗൈസ്, ഇന്നത്തെ കോട്ട ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോക്ക് ലൈക്ക് ഭയങ്കര കുറവാണ് ഗൈസ്. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ വീഡിയോക്ക് ലൈക്ക് വരുള്ളൂ. നിങ്ങൾ മാത്രമാണ് എന്റെ സമ്പാദ്യം, വീഡിയോയുടെ സമ്പാദ്യം. വീഡിയോക്ക് എല്ലാം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക. എന്നാ പിന്നെ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.